ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് നിസു ക്രോണിക്കിൾസ്. അപ്പോൾ ഒരു പടത്തിൻ്റെ റിവ്യൂ പറയാൻ വന്നേക്കുവാണേ. 12th ഫെയിൽ. ഈ കാണുന്നതിൽ ചിലരൊക്കെ ഈ പടം കണ്ടു കാണും. ഞാൻ ഇന്നാണ് കാണുന്നത്. ഇന്നലെ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് റിവ്യൂ പറയാനൊരു മൂഡില്ലായിരുന്നു. അതുപോലെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് കിടന്നുറങ്ങിയിരുന്നു. ഈ വീഡിയോ കാണുന്നവർ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് ഞാനിനി പറയാൻ പോകുന്നത് ഈ പടത്തിൻ്റെ ഒരു സ്പോയിലറാണ്. ത്രെഡ് മുഴുവനായിട്ട് പറയും. ഇനി കാണുന്നവർക്ക് മേ ബി ഇത് കേട്ട് കഴിയുമ്പോൾ കാണണ്ടെന്ന് തോന്നും. സോ ഇവളെന്തടാ പറഞ്ഞതെന്ന് തോന്നും. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ കാണാം 12th ഫെയിൽ. അല്ലെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്ത് കാണാം. കണ്ട് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ വീഡിയോ കണ്ട ഒത്തിരി സന്തോഷം. അങ്ങനെ ചെമ്പാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ചെറിയൊരു ഗ്രാമം, ബൽഗാം, അവിടെ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് മനോജ് ശർമ്മ. നമ്മുടെ മനോജ് ശർമ്മയുടെ ലൈഫിൽ ഓരോരുത്തർ വന്നു പോയി അങ്ങേരെ സഹായിക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനെ പടം മുന്നോട്ട് കൊണ്ടുപോയി അറ്റ് ലാസ്റ്റ് ഒരു സക്സസ്സിലോട്ട് എത്തുവാണ്. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അവസാനം ഒരു വിജയം അത് നമുക്കുള്ളത് തന്നെയാണ്. അതാണ് ഈ സ്റ്റോറി. ഫസ്റ്റ് തന്നെ സഹായിക്കുന്നത് അവൻ്റെ ഒരു ബ്രദറാണ്, ചേട്ടൻ. നീ പൊക്കോ, ഞാനുണ്ട് കൂടെ, ഞാൻ നോക്കിക്കോളാം, ഫാമിലി ഞാൻ നോക്കാം, നീ പോയി പഠിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഒരു കൂട്ടുകാരൻ, ഭൂപതി എന്നാണ് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ കോച്ചിങ് സെൻറ്ററിലൊന്നും പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് സഹായിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഒരു ഗൗരി എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ആ പുള്ളിക്കാരനാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. പിന്നെ അറ്റ് ലാസ്റ്റ് ഒരു എൻഡ് ഓഫ് ദ ഫിലിം എത്തുമ്പം പഠിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ആ ടീച്ചറാണ്. ജോലി എടുത്ത് ഇച്ചിരി പൈസ ഉണ്ടാക്കിയിട്ടും വീട്ടിലോട്ട് പൈസ അയക്കാൻ, പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കാനും. സോ ഒത്തിരി കഷ്ടപ്പെടുക. ഒരു ദിവസത്തിലൊരു 3 മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഈ പടത്തിൽ ഒരുപാട് കഷ്ടപ്പാട് ഈ മനോജ് ശർമ്മ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ എൻഡ് ഓഫ് ദി ഫിലിമിൽ റിസൾട്ട് വരാൻ പോലും മനോജ് ശർമ്മയ്ക്ക് പോയി അത് കാണാനുള്ള കെൽപ്പില്ല. മനോജ് ശർമ്മയുടെ മീൻസ് ലവർ ശ്രദ്ധയാണ് പറയുന്നത്, വാ നമുക്ക് പോവാം, നമ്മൾക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധ പോയി നോക്കിയിട്ട് പറയാം, യെസ് നമുക്കത് കിട്ടി. അപ്പോൾ ഒരു ഫീലുണ്ട്, ദൈവമേ എല്ലാവരും വരുക, എല്ലാവരും സ്ക്രീനിൽ നമുക്ക് കാണാം. ടീച്ചർ, ഫ്രണ്ട്, ശ്രദ്ധ, പിന്നെ ചേട്ടൻ ഫോൺ വിളിച്ച് നാട്ടിൽ വിളിച്ച് പറയും ഇങ്ങനെ പാസ്സായി, ഇങ്ങനെ IPS കിട്ടിയെന്ന്. അയ്യോ, അതൊരു ഫീൽ ഗുഡ് മൊമെൻ്റ് ആയിരുന്നു. നല്ലൊരു ഹാപ്പി എൻഡിങ്ങിലോട്ട് ഈ പടം പോകുവാണ്. ഞാൻ തമിഴ് വേർഷനാണ് കണ്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടെ കംഫർട്ടബിൾ എനിക്ക് തമിഴായിരുന്നു. എനിക്ക് ഹിന്ദിയിലെ കുറച്ച് ഡയലോഗുകളൊന്നും മനസ്സിലാവത്തില്ല. സോ ഞാൻ തമിഴിലാണ് കണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് 2023 ഇറങ്ങിയ പടമാണ്. റിയൽ ബേസ്ഡ് സ്റ്റോറിയാണ് കേട്ടോ ഇത്. സോ എല്ലാവരും പോയി കാണാം 12th ഫെയിൽ. ഇന്നലെ രാത്രി ഈ പടവും കണ്ട് കിടന്നുറങ്ങാൻ പറ്റിയില്ല. അതുപോലൊരു വിഷമമായിരുന്നു. ആ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ.